പോലീസുമായി ഉന്തും തള്ളും നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പ്രതികളെ 10ാം ക്ലാസ് പരീക്ഷ എഴുതിക്കാൻ തീരുമാനിച്ചു. യഥാർത്ഥത്തിൽ തീരുമാനിച്ചത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് തന്നെയാണ്, സംസ്ഥാന സർക്കാരാണ് തീരുമാനിച്ചത് എന്ന രീതിയിൽ നടക്കുന്ന പ്രചാരണങ്ങൾ ശരിയല്ല. രാഹുൽ സുരേഷ് വീണ്ടും ചേരുന്നു. കനത്ത പോലീസ് ബന്ദോബസ്തിലാണ് ഈ ജുവനൈൽ ഹോം ഇപ്പോഴുള്ളത്. രാഹുൽ സുരേഷ്, യഥാർത്ഥത്തിൽ രണ്ടാം വരവാണല്ലോ MSFന്റെ, എങ്ങനെയുണ്ട്? KSUവിന്റെ പ്രതിഷേധം അവസാനിപ്പിച്ച് KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതിന് തൊട്ടു പിന്നാലെയാണ് MSFന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. MSF പ്രവർത്തകർ ആദ്യം തന്നെ അക്രമാസക്തരാകുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത്. പോലീസുമായി നേരിയ രീതിയിൽ സംഘർഷമുണ്ടായി. തുടർന്നിപ്പോൾ പോലീസുമായി നേർക്കുനേർ ഏറ്റുമുട്ടുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. പ്രവർത്തകരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസുമായി ഇപ്പോൾ വാക്കേറ്റത്തിൽ ഏർപ്പെടുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ പ്രതികളെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ്. അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് പ്രവർത്തകർ തടഞ്ഞിരിക്കുന്നത്. മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ MSFന്റെ ഏതാണ്ട് 20ഓളം പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത്. അവരെ മുദ്രാവാക്യം വിളികളുമായി ഈ വെള്ളിമാട് കുന്നിലെ ജുവനൈൽ ഹോമിലേക്ക് എത്തിയപ്പോൾ തന്നെ ഇവർ ഗേറ്റിന് മുന്നിൽ പോലീസ് തടയുകയായിരുന്നു. ഇപ്പോൾ പ്രധാന പാതയിൽ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം പ്രവർത്തകർ തടഞ്ഞു. അതിനുശേഷം ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് പ്രവർത്തകർ ചെയ്യുന്നത്. അതോടൊപ്പം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു MSFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഏതാണ്ട് 50ലധികം MSF പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധത്തിൽ അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. വരും ദിവസങ്ങളിൽ പ്രതിഷേധം ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസവും MSF വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ പരീക്ഷ ആരംഭിക്കുന്ന സമയത്ത് തന്നെ കൃത്യം പ്രതിഷേധവുമായി പ്രവർത്തകർ വെള്ളിമാട് കുന്നിലെ ജുവനൈൽ ഹോമിലേക്ക് എത്തിയത്. ഇന്ന് ഇംഗ്ലീഷ് പരീക്ഷയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 8:30യോടുകൂടി വിദ്യാഭ്യാസ വകുപ്പിന്റെ ആളുകൾ, ഉദ്യോഗസ്ഥർ ഇവിടെ ചോദ്യപേപ്പറുമായി വെള്ളിമാട് കുന്നിലെ ജുവനൈൽ ഹോമിനുള്ളിലേക്ക് കയറി പോയിട്ടുണ്ട്. ഇപ്പോൾ 9:30 കഴിഞ്ഞിരിക്കുന്നു. പരീക്ഷ ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രവർത്തകരെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നതിനെതിരെയാണ് പ്രധാനമായും വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം ഉണ്ടാവുന്നത്. ഇനിയും വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ പരീക്ഷയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതായത് ഷഹബാസ് കൊലക്കേസിലെ 6 പ്രതികളെയും പരീക്ഷ എഴുതാൻ സർക്കാർ അനുവദിക്കുകയാണെങ്കിൽ, ആ നടപടികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് KSUവും MSFും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വാഹനത്തിനുള്ളിൽ നിന്നും പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നതാണ്. ഏതാണ്ട് 20ഓളം പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയാണ്. എന്താണെങ്കിലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്നും KSUവിന്റെയും MSFന്റെയും നേതൃത്വത്തിൽ വെള്ളിമാട് കുന്ന് ജുവനൈൽ ഹോമിന് മുന്നിൽ ഉണ്ടായത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 6 പ്രതികളെയും പരീക്ഷ എഴുതാൻ അനുവദിച്ചു എന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം ഉണ്ടായിരുന്നത്. പരീക്ഷയിൽ കോപ്പി അടിക്കുന്ന വിദ്യാർത്ഥികളെ പോലും ഡീബാർ ചെയ്ത് മാറ്റി നിർത്തുന്ന സാഹചര്യം നിലവിലുണ്ട്. പക്ഷേ ഒരു കൊലപാതക കേസിലെ പ്രതികളായ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നു എന്നതാണ് ഈ പ്രതിഷേധത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴും നിയമപരമായി ആ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനുള്ള സാഹചര്യം നിയമം അനുവദിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ഈ സാഹചര്യത്തിൽ എടുത്തു പറയേണ്ട കാര്യം കൂടിയാണ്. എന്താണെങ്കിലും പ്രതിഷേധത്തിന് ഒരു അയവ് വന്നിരിക്കുന്നു. പ്രവർത്തകരെ മുഴുവൻ തന്നെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റി ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ വാഹനത്തിനുള്ളിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ തത്സമയം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. MSFന്റെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വെള്ളിമാട് കുന്ന് ജുവനൈൽ ഹോമിന്റെ മുന്നിൽ നിന്നാണ് ദൃശ്യങ്ങൾ. ജുവനൈൽ ഹോമിൽ ഷഹബാസ് കൊലക്കേസിലെ പ്രതികൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നതിൽ പ്രതിഷേധിച്ചാണ് KSUവിന് പിന്നാലെ MSFന്റെ പ്രകടനം നടന്നത്. എന്നാൽ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് വാഹനത്തിനുള്ളിലേക്ക് നീക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസവും പരീക്ഷയുടെ ആദ്യ ദിവസവും ഇതേപോലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായി.